കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ യുവാക്കൾ നേതൃത്വം പിടിച്ചെടുക്കണം എന്ന കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ്. ഗ്രൂപ്പ് രാഷ്ട്രീയം സൃഷ്ടിച്ച പ്രതിഷ്ഠകളെ തച്ചുടയ്ക്കുന്ന ബുൾഡോസറായി യൂത്ത് കോൺഗ്രസ് മാറണം. യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും വന്ധ്യംകരിച്ചതാണ് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നും ചെറിയാൻ ഫിലിപ്പ് ആരോപിക്കുന്നു. അല്ലമീൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അല്ലമീൻ, ഏത് സാഹചര്യത്തിലാണ് ചെറിയാൻ ഫിലിപ്പ് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തുന്നത്? അല്ലമീൻ, പക്ഷേ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ഭരണവിരുദ്ധ വികാരം സജീവമായി സംസ്ഥാനത്തുണ്ട്. അത് മുതലാക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്ന ഒരു ധ്വനി വരുത്തുന്ന രീതിയിലൊരു പ്രതികരണമാണ് ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം, സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം യുവത്വം ഏറ്റെടുക്കണം, യുവാക്കൾ ഏറ്റെടുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, സംസ്ഥാനത്തെ കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ നേതൃനിരയിലേക്ക് യുവാക്കൾ വരണം, ത്യാഗപൂർണ്ണവും സാഹസികവുമായ പ്രവർത്തനങ്ങളുടെ യുവാക്കൾ നേതൃത്വം പിടിച്ചെടുക്കണമെന്നുള്ളതാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത്. ഇത് മാത്രമല്ല, ഗ്രൂപ്പ് രാഷ്ട്രീയം സൃഷ്ടിച്ച സ്ഥിരം പ്രതിഷ്ഠകളായ സജീവമല്ലാത്ത ചില പ്രതിഷ്ഠകളുണ്ട്. ആ പ്രതിഷ്ഠകളെ ഇടിച്ചു തകർക്കുന്ന ബുൾഡോസറായി യൂത്ത് കോൺഗ്രസ് മാറണമെന്നുകൂടിയും ചെറിയാൻ ഫിലിപ്പ് ആവശ്യപ്പെടുകയാണ്. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ ജനഹിതം മാനിച്ചുള്ള പുതിയ കർമ്മമാർഗ്ഗങ്ങൾ സ്വീകരിക്കണം. എന്നാൽ മാത്രമേ യൂത്ത് കോൺഗ്രസിനും KSUവിനും സമൂഹത്തിൽ തിരുത്തൽ ശക്തിയാകാൻ കഴിയും. KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും വന്ധ്യംകരിച്ചതാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് തകർച്ചയിലേക്ക് പോയതിന് കാരണം. യൂത്ത് കോൺഗ്രസിനെയും അതുപോലെ തന്നെ KSUവിനെയും വന്ധ്യംകരിച്ചതുകൊണ്ട് തന്നെ പാർട്ടിയിൽ ഒരു പുതുരക്ത പ്രവാഹം ഇല്ലാതായി എന്നുകൂടി ചെറിയാൻ ഫിലിപ്പ് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ കൂടി അദ്ദേഹം പരാമർശിച്ചു പോകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, വിവാദങ്ങൾ, അതിലൊക്കെ തന്നെ സജീവമായി കർമ്മരംഗത്തുള്ളത്, പ്രതിഷേധ രംഗത്തുള്ളത് യൂത്ത് കോൺഗ്രസും KSUമാണ്. അത് കോൺഗ്രസ് നേതൃത്വം അത്ര കണ്ട് സജീവമായ ആ പ്രതിഷേധങ്ങളിലേക്ക് ഇറങ്ങുന്നുമില്ല. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അതുകൂടി സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ചെറിയാൻ ഫിലിപ്പ് ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിൽ വലിയൊരു മാറ്റം ഏതായാലും അനിവാര്യമാണെന്ന് കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം സ്ഥാപിത താല്പര്യം മാത്രം സംരക്ഷിക്കുന്ന കോൺഗ്രസിലെ ഗ്രൂപ്പ് നേതാക്കളുടെ അടിമക്കൂട്ടങ്ങളായി യൂത്ത് കോൺഗ്രസോ KSUവോ മാറരുത്. അങ്ങനെ സ്വന്തം വ്യക്തിത്വം ഈ സംഘടനകൾ ബലികഴിപ്പിക്കരുതെന്ന് കൂടി ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു വെക്കുന്നുണ്ട്. കോൺഗ്രസിലെ അധികാര കുത്തകയെ വെല്ലുവിളിക്കാനുള്ള ആർജവമാണ് ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം കാട്ടേണ്ടതെന്ന് കൂടി ചെറിയാൻ ഫിലിപ്പ് പറയുകയാണ്. സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിട്ടുള്ള ചില പ്രതികരണങ്ങളാണ് ചെറിയാൻ ഫിലിപ്പ് നടത്തിയിരിക്കുന്നത്. ഇതിനോട് ഇനി കോൺഗ്രസ് നേതൃത്വം എങ്ങനെ പ്രതികരിക്കുമെന്നതും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും നേതൃത്വം ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതും ഏറെ നിർണായകമാണ്. കോൺഗ്രസിൽ സംഘടനാ പാർലമെന്ററി രംഗത്ത് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കണം, യുവാക്കൾക്ക് അവസരം കൊടുക്കണമെന്നുകൂടി ചെറിയാൻ ഫിലിപ്പ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. സിറ്റിംഗ് MPമാരെ തന്നെ രംഗത്തിറക്കാനുള്ള ഒരു ആലോചനയിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. അവിടെ ഉൾപ്പെടെ മാറ്റം വേണം. പുതിയ സ്ഥാനാർത്ഥികളായി യുവാക്കളെ രംഗത്തേക്ക് ഇറക്കണം, പുതുമുഖങ്ങളെ അവതരിപ്പിക്കണമെന്ന ധ്വനി കൂടി ചെറിയാൻ ഫിലിപ്പിന്റെ ഈ പോസ്റ്റിലുണ്ട്. ഏതായാലും സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് പ്രസക്തിയുള്ള ഒരു പരാമർശമാണ്, പ്രസ്താവനയാണ് ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഉന്മേഷ്, അലമീൻ സൂചിപ്പിച്ച പോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ സർക്കാരിനെതിരെ ഉയരുന്ന ഒട്ടേറെ ആരോപണങ്ങളുണ്ട്. അതിൽ പ്രതിപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സമരം ദുർബലമാണ് എന്നുള്ള ആരോപണത്തെ ഒന്നുകൂടി ശരിവെക്കുന്നത് കൂടിയായി വായിച്ചെടുക്കണമോ ചെറിയാൻ ഫിലിപ്പിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പിനെ? അലമീൻ, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം KPCC അധ്യക്ഷൻ സംസ്ഥാനത്തില്ല, പ്രതിപക്ഷ നേതാവുണ്ട്, മറ്റു മുതിർന്ന നേതാക്കളും ഈ സമരരംഗത്തേക്ക് വരുന്നില്ല. പലതരത്തിലുള്ള സമരപരിപാടികൾ പ്രഖ്യാപിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സാധാരണ ഇപ്പോൾ പ്രതിപക്ഷത്തിന് വീണുകിട്ടിയ രാഷ്ട്രീയ സാഹചര്യവും അവസരം, സർക്കാരിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ, അത് നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ സംസ്ഥാനത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഊഹിക്കാമല്ലോ എന്ന് പല നേതാക്കളും വ്യക്തിപരമായി സംസാരിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്. ചെറിയാൻ ഫിലിപ്പും അത്തരമൊരു വികാരം. അല്ലമീൻ, ഒരു നിമിഷം. ഇപ്പോൾ ശ്രീ ചെറിയാൻ ഫിലിപ്പ് നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഈ കോൺഗ്രസ് നേതൃസ്ഥാനം യുവാക്കൾ പിടിച്ചെടുക്കണം എന്ന് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുമ്പോൾ എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഞാൻ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന കാലം മുതൽ തന്നെ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ്. അതായത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം അധികാര കുത്തകയാണ്. യുവാക്കളെയും മറ്റും അവഗണിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകാൻ കഴിയില്ല. അന്ന് ആ കാലഘട്ടത്തിൽ തന്നെ KSU യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന ആളുകൾ പോലും പ്രോത്സാഹിപ്പിക്കാത്തൊരവസരം വന്നപ്പോൾ ആ അധികാര കുത്തകയ്ക്കെതിരെ സ്ഥിരമായി പോരാടിയ ഒരാളാണ് ഞാൻ. അധികാര കുത്തകയ്ക്കെതിരായുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് വിട്ടുപോയത്. തിരിച്ചു വന്നപ്പോഴും ഈ അധികാര കുത്തക നിലനിൽക്കുകയാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് ശക്തിപ്പെടാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമുണ്ട്. യൂത്ത് കോൺഗ്രസ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും ശക്തിപ്പെടുത്താതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു സത്യമാണ് ഞാൻ പറഞ്ഞത്. അതിലപ്പുറം ഒന്നുമില്ല.
പക്ഷേ അത് പറയുന്ന ഒരു കാലഘട്ടം ഏത് സമയം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണല്ലോ ശ്രീ ചെറിയാൻ ഫിലിപ്പ്. ഇപ്പോൾ സർക്കാരിനെതിരെ ഒട്ടേറെ ആരോപണങ്ങളുണ്ട്, സമരങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്താൻ ഇപ്പോഴത്തെ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന തരത്തിലൊരു പരോക്ഷ വിമർശനം കൂടി അതിലടങ്ങിയിട്ടില്ലേ ശ്രീ ചെറിയാൻ ഫിലിപ്പ്? അങ്ങനെ പറയാൻ പറ്റില്ല. യൂത്ത് കോൺഗ്രസ് ആണ് ഏത് കാലഘട്ടത്തിലും കോൺഗ്രസിന്റെ ചാലകശക്തി. ഇപ്പൊ യൂത്ത് കോൺഗ്രസുകാർ ശക്തമായി വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജയിലിലാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സമരസംഘടന മാത്രമല്ല, കോൺഗ്രസിന് ഉൾക്കാഴ്ചയുള്ള ഒരു സംഘടന എന്ന നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ യൂത്ത് കോൺഗ്രസിലൂടെ മാത്രമേ കേരളത്തിലെ കോൺഗ്രസിന് മോചനമാവുകയുള്ളൂ. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പോകണമെന്നാണ് യൂത്ത് കോൺഗ്രസിനോടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഈ കിട്ടിയ അവസരം പാഴാക്കാതെ മുന്നോട്ട് പോകണം. അവർക്ക് കോൺഗ്രസിൽ നാളെ ഒരു സ്ഥാനം കിട്ടും. അത് കോൺഗ്രസിന്റെ ഭാവിക്ക് യുവ മുന്നേറ്റത്തിനോട് സാധ്യമാകും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലും കോൺഗ്രസ് യുവാക്കളെ അവഗണിക്കുന്നുവെന്നാണോ ശ്രീ ചെറിയാൻ ഫിലിപ്പ്? ഒരു കാര്യം കൂടി, കേരളത്തിലെ കോൺഗ്രസിൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലേറെയായി അവഗണിക്കുന്ന അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ KSUവും യൂത്ത് കോൺഗ്രസും അംഗീകരിക്കപ്പെട്ടു. അതിനെതിരെയാണ് ഞാൻ കോൺഗ്രസിൽ ശക്തമായി പോരാടിയത്. ഇപ്പോൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസും KSUവും സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. എല്ലായിടത്തും പൊട്ടിമുളയ്ക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും ശക്തിപ്പെടുത്താതെ കോൺഗ്രസ് അതാണ് ചെയ്യേണ്ടത്. പുതുരക്ത പ്രവാഹം നിലച്ചു പോയതാണ് കോൺഗ്രസിന്റെ അപകടം. ആ അപകടം തരണം ചെയ്യാൻ ഇപ്പോൾ സർക്കാർ വിരുദ്ധ ഒരു വലിയ അന്തരീക്ഷമൊക്കെയാണ്. ആ രാഷ്ട്രീയ കാലാവസ്ഥ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സമരസംഘടനയിൽ മാത്രമല്ല, ആദർശബോധമുള്ള സാഹസികതയുള്ള ചെറുപ്പക്കാരുടെ ഒരു സംഘടനയായി കോൺഗ്രസിനെ വളർത്തിയെടുത്താൽ മാത്രമേ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും മാറ്റം വരുത്താക്കാൻ കഴിയൂ. അതിനു വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം സ്ഥാപിത താല്പര്യം മാത്രം സംരക്ഷിക്കുന്ന കോൺഗ്രസിലെ ഗ്രൂപ്പ് നേതാക്കളുടെ അടിമകളായി യൂത്ത് കോൺഗ്രസ് വ്യക്തിത്വം ബലികഴിക്കരുതെന്ന് താങ്കൾ പറയുമ്പോൾ ഈ വലിയൊരു മാറ്റം കോൺഗ്രസ് അടുത്തിടെ ഉണ്ടായതായി പറയപ്പെടുന്നുണ്ടല്ലോ. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വി ഡി സതീശൻ വരുന്നു, അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ വരുന്നു. അതായത് നിലവിൽ ഇപ്പോഴും ഗ്രൂപ്പിന്റെ പിടിയിൽ തന്നെയാണ് കോൺഗ്രസ് എന്നാണോ? അല്ലല്ല, ഗ്രൂപ്പുകൾ എന്നും കോൺഗ്രസിൽ ഗ്രൂപ്പൊന്നുമില്ല. എങ്കിൽ പോലും ഗ്രൂപ്പ് നേതാക്കൾ ഇടയ്ക്കിടയ്ക്ക് തലപൊക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഗ്രൂപ്പിൽ അവസാനിപ്പിക്കണമെന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അതായത് യൂത്ത് കോൺഗ്രസും KSUവും കൂടെ ഗ്രൂപ്പിന്റെ കൂടെ പോയാൽ സ്വാഭാവികമായിട്ടും അവിടെയും ചിഹ്നമെന്നാവും. യൂത്ത് കോൺഗ്രസിലും KSUവിലും ഗ്രൂപ്പ് പാടില്ല, ഒറ്റക്കെട്ടായി നിൽക്കണം. അപ്പൊ യുവശക്തിയെ തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിന് വഴങ്ങരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ഗ്രൂപ്പ് നേതാക്കന്മാർ ആരെങ്കിലും തങ്ങളുടെ ചട്ടകമാക്കാനോ അവിടെ ഒരു അടിമകളാക്കാനോ ശ്രമിച്ചാൽ അതിന് വഴങ്ങാതെ യൂത്ത് കോൺഗ്രസ് ഒരു ശക്തിയായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ചെറിയാൻ ഫിലിപ്പ്, ഒരു കാര്യം കൂടി, ആത്മാർത്ഥമായി എന്തെങ്കിലും ഒരു മാറ്റം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ കുറിപ്പിടുമ്പോഴും? തീർച്ചയായും. കേരളത്തിൽ ഒരു യുവജന മുന്നേറ്റത്തിന്റെ കാലാവസ്ഥയാണ്. കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ യുവജനത്തിന്റെ അന്തരീക്ഷം സംജാതമായിരിക്കുന്നു. KSUവിനും യൂത്ത് കോൺഗ്രസിനും മാത്രമല്ല മഹിളാ സംഘടനയിലൊക്കെ ഉണ്ട്. അത് കോൺഗ്രസിന്റെ ഒരു പുനർജീവന് തിരിച്ചുവരവിന് സാഹചര്യം ഒരുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരി, നന്ദി ശ്രീ ചെറിയാൻ ഫിലിപ്പ്. ഈ ഘട്ടത്തിൽ പ്രതികരണം അറിയിച്ചത് നേതൃതലത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് വരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. യൂത്ത് കോൺഗ്രസ് നേതൃത്വം, അതായത് താൻ എല്ലാ കാലത്തും മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇപ്പോൾ എഴുതിയിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം.